ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ, ഷഹസൈൻസ് വ്ളോഗ്. നമ്മളിന്ന് ചിക്കൻ ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചിക്കൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചിക്കൻ ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ചോപ്പ് ചെയ്ത സവോള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ 2 കോഴിമുട്ട, പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത ചിക്കൻ, റവ, മൈദ, അരിപ്പൊടി, ഇവയെല്ലാമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചിക്കനും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ മൈദപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ റവപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ചിക്കൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. നമ്മൾ ഉപ്പും കൂടെ ചേർത്തു, ഞാനത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ബാറ്ററാക്കി എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കുഴിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായി ഒഴിച്ചു കൊടുക്കുക. ഓരോ കുഴിയിലായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഭാഗം ഫ്രൈ ആയിട്ട് കോരിയെടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഉൾവശം ഒന്നും വേവില്ല. പക്ഷെ നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.